ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന നേതാവായിരുന്നു ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയായി. കർണാടകയിലെ ഒരു ദൂര ഗ്രാമത്തിൽ നടന്ന ദാരുണമായ സംഭവം പിന്നീട് അവിടെ ഒരു ആശുപത്രി ഉയരാൻ വഴിയൊരുക്കിയതും അതുമായി ഖമേനിയുടെ പേര് ബന്ധപ്പെടുത്തുന്നതുമാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്. ചികിത്സ ലഭ്യമാക്കാതെ ഒരു ഗർഭിണി മരിച്ച സംഭവം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചതാണ് പിന്നീട് ആ പ്രദേശത്തെ ആശുപത്രി നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യ സന്ദർശിച്ച സമയത്താണ് ഖമേനിയായി കർണാടകയിലെ ചിക്ബല്ലാപൂർ ജില്ലയിലെ അലിപ്പുര ഗ്രാമവുമായി ബന്ധപ്പെട്ട ഈ സംഭവം അറിയുന്നത്. സമീപത്ത് ആശുപത്രി ഇല്ലാത്തതിനാൽ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഗർഭിണി മരിച്ചെന്ന വിവരം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. ഈ ദുരന്തം മനസ്സിൽ നിറഞ്ഞതോടെയാണ് അവിടെ ഒരു ആശുപത്രി നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഇന്ത്യ ടുഡേ കോൺക്ലേവ് 2026 സംസാരിക്കവേ ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖിയാണ് ഈ കഥ വിശദീകരിച്ചത്. ഖമേനിക്ക് ഇന്ത്യയോടുള്ള സാംസ്കാരിക വൈദഗ്ധ്യത്തോടും വലിയ ആദരവുണ്ടായിരുന്നുവെന്നും ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും ഇലാഖി പറഞ്ഞു. ഇറാനിയൻ ഡോക്യുമെന്ററി അർക്കവൽ രേഖകൾ പ്രകാരം ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം റുഹുള്ള ഖമേനിയുടെ സർക്കാർ ആരംഭിച്ച നയതന്ത്രപരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അലി ഖമേനിയായി ഇന്ത്യ സന്ദർശിച്ചത്. ആ വർഷം ഒക്ടോബറിൽ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റ് ആകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു സന്ദർശനം. മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം ഖമേനിയുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും പ്രധാനപ്പെട്ട ഒന്നായിരുന്നുവെന്ന് ഇലാഖി പറഞ്ഞു. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ പലതവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ സഹപ്രവർത്തനത്തെക്കുറിച്ച് പലപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു, ഇലാഖി വിശദീകരിച്ചു. വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിനുള്ള ഉദാഹരണമായാണ് അദ്ദേഹം പലപ്പോഴും ഇന്ത്യ ഉദ്ധരിക്കാറുള്ളത്. അന്തരിച്ച ഇറാനി നേതാവിനെ കുറിച്ചുള്ള നിരവധി വ്യക്തിഗത കഥകൾ പുറത്തുവരുന്നതിനിടയിൽ ഖമേനിയായി ഇന്ത്യയെ വളരെ ഉയർന്ന സ്ഥാനത്താണ് കണ്ടിരുന്നതെന്ന് ഇലാഖി പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയെ വളരെയധികം പ്രശംസിച്ചു. അദ്ദേഹം പലപ്പോഴും ഇന്ത്യക്കാരെയും ഇന്ത്യയും കുറിച്ച് വളരെ നല്ല വാക്കുകൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, അവരെ നോക്കൂ, അവർക്ക് നിരവധി മതങ്ങളുണ്ട്, സമുദായത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, എന്നിട്ടും അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഖമേനിക്ക് ഇന്ത്യയോടുള്ള താല്പര്യം ചെറുപ്പത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. അദ്ദേഹം എഴുതിയ ആദ്യ പുസ്തകം ഏകദേശം 22 അല്ലെങ്കിൽ 23 വയസ്സുള്ളപ്പോൾ ഇന്ത്യയെക്കുറിച്ചായിരുന്നു. അത് പേർഷ്യൻ ഭാഷയിൽ 2 വാല്യങ്ങളിലായി എഴുതപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു. ഖമേനിയെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതിലും കൂടുതൽ നീണ്ടുപോകുന്നതിനെ കുറിച്ചും ഇലാഖി ഓർമ്മിച്ചു. കൂടിക്കാഴ്ച 15 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് 1.5 മണിക്കൂറിലധികം തുടർന്നു. ആ സമയത്ത് അദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കാരുടെ സംസ്കാരം, പൈതൃകം, തത്വചിന്ത എന്നിവയെക്കുറിച്ചും സംസാരിച്ചതായും ഇലാഖി ഓർമ്മിച്ചു. ഇറാനിലെ ഏറ്റവും ശക്തമായ വ്യക്തിയാകുന്നതിന് ദശാംശങ്ങൾക്ക് മുമ്പ് അലി ഖമേനിയായി ഒരു യുവ പുരോഹിതനായ ഇന്ത്യയിലൂടെ സഞ്ചരിച്ചു. 1980കളിൽ 41-ാം വയസ്സിൽ ഇറാനിയൻ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം കർണാടകയും കശ്മീരും സന്ദർശിച്ചു. ഖമേനിയയ്ക്ക് കവിതയോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നുവെന്നും ഇന്ത്യയുടെ സമൃദ്ധമായ സാഹിത്യ പാരമ്പര്യങ്ങളെ അഭിനന്ദിച്ചിരുന്നുവെന്നും ഇലാഖി പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇറാനിയൻ നേതാവ് പലപ്പോഴും ഇന്ത്യൻ കവിതയുടെ ആത്മീയ ആഴത്തെയും അതിന്റെ ശക്തമായ ഭക്തിയെയും കുറിച്ച് സംസാരിക്കുമായിരുന്നുവെന്നും ഇലാഖി കൂട്ടിച്ചേർത്തു. കവിതകൾ അവതരിപ്പിക്കാൻ അദ്ദേഹം പലപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള കവികളെ ക്ഷണിച്ചിരുന്നു. ഇറാനും ഇന്ത്യയും അടുത്തിടെ സൗഹൃദപരമായ ബന്ധം പുലർത്തുമെന്ന് ഖമേനിയെ ആഗ്രഹിച്ചു. ഇന്ത്യയുമായി നല്ലതും ശക്തവുമായ ബന്ധങ്ങൾ നിലനിർത്തുമെന്നും അദ്ദേഹം എല്ലായ്പ്പോഴും നിർബന്ധം പിടിക്കുകയും കൂടുതൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാന വർഷമെങ്കിലും ഇരു രാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധ ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കുമായിരുന്നു. ഇന്ത്യയിൽ ജനങ്ങൾ വളരെ വിശ്വസ്തരും വളരെ ദയുള്ളവരുമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഇലാഖി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.